Emmanuel Seals, Tavakara Bus Stand, Kannur. Also at Payyannur, Kanyangad, Irati and Pattambi. കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധേയമായ നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് കൊടിയിറങ്ങിയത്. AI ടീച്ചറെ വരെ ശാസ്ത്രമേളയിൽ കുട്ടികൾ അവതരിപ്പിച്ചു. ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളൊന്നും ആവശ്യമില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ AI ടീച്ചർമാർ റെഡിയാണ്. ജില്ലാ ശാസ്ത്രോത്സവത്തിൽ കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ ഈ വിധത്തിൽ നീളുകയാണ്. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദികേശാണ് ശാസ്ത്രമേളയിൽ റോബോട്ടിക് AI ടീച്ചറെ അവതരിപ്പിച്ചത്. എക്സിമ 2 എന്ന് പേരിട്ട റോബോട്ടിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനും സംസാരിക്കുവാനും കഴിയും. ഇതാണ് എക്സിമ V2. ഇതൊരു AI ടീച്ചറാണ്. ഒരു ടീച്ചറുടെ ഫീച്ചേഴ്സിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനറിയാം. നമ്മൾ ഈ ലോകത്തുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും, ഏത് ബ്രാഞ്ചിൽ നിന്നായാലും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഏത് ബ്രാഞ്ചിൽ നിന്ന് ചോദ്യം ചോദിച്ചാലും ഇത് ഉത്തരം പറയും. അതുപോലെ തന്നെ പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, കഥ പറയാൻ പറഞ്ഞാൽ കഥ പറയും. ഇത് എല്ലാം എക്സിമയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഇൻഫറൻഷ്യൽ കമ്പ്യൂട്ടർ ചിപ്പ് എന്ന് പറയുന്ന ചിപ്പാണ്. അതിൽ നമ്മൾ ജെമിനി ആയി കണക്ട് ചെയ്തിട്ടാണ് ഈ ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മൂവ് ചെയ്യാൻ സാധിക്കും. എക്സിമയ്ക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അത് ആർഡിനോ യുഎൻഒ ഉപയോഗിച്ചിട്ടാണ്. അതിൽ നമുക്ക് വോയിസ് കൺട്രോളും ചാറ്റും അതുപോലെ തന്നെ ഗെയിം പാഡ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. AI ടീച്ചർ തന്നെയാണ് എനിക്ക് എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു എയിമാണ്, ഒരു റോബോട്ടിക് സയന്റിസ്റ്റ് ആണെന്ന്. അതിന്റെ ചെറിയ സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് എക്സിമയെ തോന്നുന്നത്. എന്റെ പാരന്റ്സ് തന്നെയായിരുന്നു, പപ്പയും അമ്മയായിരുന്നു മോട്ടിവേഷൻ. അതായത് കുറെ പ്രാവശ്യം ഫെയിൽ ആയിരുന്നു. ഇതിന്റെ എക്സിമ V1 ഒരു ഫെയിലിയർ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ തളർന്നിരുന്നപ്പോ എന്റെ പപ്പയും അമ്മയാണ് മോട്ടിവേറ്റ് ചെയ്ത് ഇത്ര വലിയ ISRO ഒക്കെ ഫെയിൽ ആവണം, അപ്പൊ ഈ ചെറിയ സാധനം അതൊന്നും കുഴപ്പമില്ല, നീ അടുത്തതിലേക്ക് അവര് മോട്ടിവേറ്റ് ചെയ്തു. ഗെയിം പാഡും പ്ലേ സ്റ്റോറും ചാറ്റും ഉപയോഗപ്പെടുത്തിയാണ് ആദികേശിന്റെ ഈ പരീക്ഷണം. 4 മാസം എടുത്താണ് ഇതിന് രൂപം നൽകിയത്. 25,000 രൂപ ചെലവ് വന്നു. സൗത്ത് ഇന്ത്യൻ ലെവൽ റോബോട്ടിക് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. കൺട്രോള് നമ്മൾ മൂവ് ചെയ്യണുണ്ടതിനെ ആർഡിനോ ബ്ലൂടൂത്ത് കൺട്രോൾ വെച്ചിട്ടാണ്. പിന്നെ സംസാരിക്കുന്നത് നമ്മളിപ്പോ ഫോണിലെ സിരി അതൊരു വേക്ക് വേർഡ് ആണല്ലോ. അതുപോലെ അലക്സ എന്ന് വിളിച്ചാൽ അത് തിരിച്ച് മറുപടി തരിക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേക്ക് വേർഡ് ആണ് കമ്പ്യൂട്ടർ എന്ന്. നമ്മൾ കമ്പ്യൂട്ടർ എന്ന് വിളിച്ചാലേ അത് തിരിച്ച് മറുപടി തരുന്നു. പാലക്കാട് പുതുനഗരം IMHS സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ സഹലും ഹാനിയും സിൽ മോഡൽ വിഭാഗത്തിൽ അവതരിപ്പിച്ച പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ രൂപകൽപ്പനയായിരുന്നു. ആധുനിക ടൗൺഷിപ്പായിരുന്നു മേളയിൽ അവതരിപ്പിച്ചത്. ടൗൺഷിപ്പിൽ റോബോട്ടുകൾക്കും വലിയ സ്ഥാനം ഇവർ നൽകുന്നുണ്ട്. സ്മാർട്ട് ഫാമിംഗ് ടെക്നോളജിയും ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വെൽക്കം ടു AI ആൻഡ് സസ്റ്റൈനബിൾ സ്മാർട്ട് സിറ്റി. ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് AI കൊണ്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഒരു മോഡേൺ ആയിട്ടുള്ള സ്മാർട്ട് സിറ്റിയാണ്. ഇതിൽ ഞങ്ങൾ AI കൊണ്ടുവന്നിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും എയർപോർട്ടുകളിലും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സ്ഥലങ്ങളിലും. ഇതിൽ എയർപോർട്ട് എന്നത് പാലക്കാട് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. കാരണം ഫ്യൂച്ചറിൽ പാലക്കാടും ഒരു എയർപോർട്ട് വേണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. അടുത്തതായിട്ട് ഇതിൽ ഞങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫാമിംഗ്സ് ആണ്. ഹൈഡ്രോപോണിക്, എയറോപോണിക്, വെർട്ടിക്കൽ ഫാമിംഗ്, അക്വാപോണിക്, മൾച്ചിങ് ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ ഇതെല്ലാമാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബയോഗ്യാസ് എന്നാൽ നമുക്കിത് ബയോ വേസ്റ്റ് കൊണ്ടുവന്നിട്ടാൽ ബയോഗ്യാസായി മാറുകയും ബയോഗ്യാസിന്റെ സ്റ്റേഷൻ അടിയിലൂടെ പോയി എല്ലാ വീടുകളിലേക്കും ബയോഗ്യാസ് എത്തുകയും ചെയ്യുന്നു.